ഹായ് ഓൾ, വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ഒരു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. എന്താ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും അതിന് ഡുവൽ ആസ്പെക്ട് ഉണ്ടാവും അല്ലേ. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. അതായിരുന്നു നമ്മൾ ഡുവാലിറ്റി കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? ആ ഒരു ഡുവാലിറ്റി കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ്സ് എപ്പോഴും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്താലും അക്കൗണ്ടിങ്ങിൽ അസറ്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കാറ്റ് എക്സാമിന് MCQയിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻഡിൽ വേണ്ട ഏതാണ്? അസറ്റ്സ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയും. നമ്മൾ ഇനി വരും ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പഠിക്കും. അവിടെ ഒരു സൈഡ് ഫുൾ അസറ്റ് സൈഡും ഒരു സൈഡ് ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് സൈഡ് എപ്പോൾ എന്തായിരിക്കണം? ടാലി ആവണം. നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആവാന്ന് പറയും. ഓക്കെ, അത് ഈ ഇക്വേഷൻ തന്നെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനും നോർമലി അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഈക്വൽ എന്ന് പറഞ്ഞു. ആ ഇക്വേഷനും തന്നെ നമുക്ക് വേറെയും രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ഫോം ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സിന്റെ വാല്യൂ എങ്ങനെ കിട്ടുക? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് രണ്ടും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ലാബിലിറ്റീസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ലാബിലിറ്റീസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി അസറ്റ് സൈഡിലേക്ക് പോയാൽ മതി അല്ലേ. അപ്പോൾ ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ഓണേഴ്സ് ഇക്വിറ്റി. ക്ലിയർ? അത് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ്. ഇനി ഓണേഴ്സ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും കേട്ടോ. ഓണേഴ്സ് ഇക്വിറ്റിയോടെ മീൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? അസറ്റ് മൈനസ് ലാബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് 1 മാർക്കിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. സിമ്പിൾ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ട്രാൻസാക്ഷൻസ് വന്നാലും അസറ്റും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഞാനിത് ഇങ്ങനെ തിയറി പറയുന്നതിന് പകരം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്ത് തരാം. എന്ന് പറഞ്ഞാൽ ഒരു 10-12 ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അസറ്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. നോക്കാം നമുക്ക് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. പ്രിപ്പയർ ആൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന്റെ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അസറ്റ്സും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഈക്വൽ ആണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം അല്ലേ. 1 by 1 നോക്കാം. ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അത് ഈക്വൽ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ? ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഇൻ ദ ഫേം. നമുക്കറിയാം ബിസിനസ്സിലേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന് ക്യാഷ് ആണ്, രണ്ട് ക്യാപിറ്റൽ ആണ്. നമ്മൾ ഇതിന്റെ ജേണൽ പഠിച്ചതാണ്. ജേണൽ എൻട്രി അറിയുന്ന ആൾക്കാരാണ്, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം ഒരാൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയി. എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അസറ്റ് സൈഡിൽ ഈ പറയുന്ന ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്ര കൂടി? 20,000 അല്ലേ. ഇവിടെ ഈ എഴുതിയ വാല്യൂ ക്യാഷ് ആണ്. ഓക്കെ, ഈ എഴുതിയ വാല്യൂ എന്താണ്? ക്യാഷ് ആണ്. അപ്പോൾ അസറ്റിൽ എന്താ ഇൻക്രീസ് ആയത്? ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം ഇൻക്രീസ് ആയി. എന്നാൽ ഇവിടെ 20,000 എന്തിൻ്റെ നേരെ എഴുതിയ നോക്ക്? ക്യാപിറ്റൽ ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ രണ്ട് സൈഡും നോക്ക്, രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ. ഇവിടെയും 20,000 ഉണ്ട്, ഇവിടെയും 20,000 ഉണ്ട്. എന്ന് പറഞ്ഞാൽ അസറ്റ്സിന്റെ ടോട്ടലും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടലും രണ്ടും 20,000 ആണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? അസറ്റിന്റെ ടോട്ടലും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും ഈക്വൽ ആണെന്ന്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ദാസ് ആൻഡ് കമ്പനി. നമ്മൾ ദാസ് ആൻഡ് കമ്പനീൻ്റെ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് അല്ലേ. നമ്മൾ വിൽക്കുന്ന വരെ അത് സ്റ്റോക്ക് എന്നാ പറയാം. സ്റ്റോക്ക് എന്താണ്? അസറ്റ് ആണ്, റൈറ്റ്? അപ്പോൾ സ്റ്റോക്ക് എന്നുള്ള അസറ്റ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റിന്റെ സ്പ്ലിറ്റ്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഏത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കൂടി എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി. അതോടൊപ്പം ഇത് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്, റൈറ്റ്?
സോ നമ്മൾ ലാബിലിറ്റിയും കൂടി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ട്രാൻസാക്ഷൻ കണ്ടിട്ടുണ്ട്. ട്രാൻസാക്ഷൻ നമ്പർ 2 നോക്ക്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റിൽ 2000 എന്തായി, ഇൻക്രീസ് ആയി. അസറ്റിൽ എന്തായി, 2000 ഇൻക്രീസ് ആയി. ഓക്കെ അല്ലേ? അതേപോലെ ക്രെഡിറ്റ് ആയതുകൊണ്ട് തന്നെ ലാബിലിറ്റി സൈഡും എന്തായി, 2000 ഇൻക്രീസ് ആയി. 2000 ഇൻക്രീസ് ആയി. ഇതാണ് ഇതിന്റെ രണ്ട് എഫക്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലെ, സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി നമ്മളിൽ ക്യാഷ് 20,000 ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് എത്ര വന്ന്, 2000. ഇപ്പോൾ ടോട്ടൽ അസറ്റ് എത്രയായി, 22,000 അല്ലേ. അതേപോലെ ക്രെഡിറ്റേഴ്സ് എത്ര വന്നു, ക്രെഡിറ്റേഴ്സ് 2000 വന്നു അല്ലേ. ക്രെഡിറ്റേഴ്സ് 2000ഉം ക്യാപിറ്റൽ റിമെയിൻ സെയിം, അതങ്ങനെ തന്നെ 20,000 ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോഴും അസറ്റിന്റെ ടോട്ടലും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടലും എത്ര തന്നെയാണ്, സെയിം തന്നെയാണ്, 22,000 ആണ് അല്ലേ. രണ്ട് സൈഡും 22,000 വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്, ബോട്ട് പ്ലാൻ ഫോർ ക്യാഷ്. നമ്മളൊരു അസറ്റ് വാങ്ങി ഫോർ ക്യാഷ് ആണ് അല്ലേ. അപ്പൊ രണ്ടും അസറ്റിനെ ഇമ്പാക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്ന് പറയുന്നതും അസറ്റ് ആണ്, ക്യാഷ് എന്ന് പറയുന്നതും അസറ്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റേ അസറ്റ് ഡിക്രീസ് ചെയ്യും. രണ്ടും അസറ്റ് സൈഡിലാണ് അല്ലേ. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം രണ്ടിന്റെയും എഫക്റ്റ് എവിടെ വന്നത്, അസറ്റ് സൈഡിലാണ് വന്നത് റൈറ്റ്. രണ്ടിന്റെയും എഫക്റ്റ് നോക്ക്, ക്യാഷ് പ്ലാന്റിൽ എന്ത് സംഭവിച്ചു, 8,000 കൂടി, പ്ലാന്റ് 8,000 കൂടി. അതേ സമയത്ത് നമ്മൾ അസറ്റിന്റെ ക്യാഷ് ബാലൻസ് 8,000 എന്തായി, മൈനസ് ആയി. രണ്ടും അസറ്റ് സൈഡിൽ എഫക്റ്റ് വന്ന് ഒരു 8,000 അസറ്റ് കൂടുന്നു, മറ്റൊരു 8,000 അസറ്റ് കുറയുന്നു. അപ്പൊ ടോട്ടൽ റിമെയിൻ സെയിം അല്ലേ. ടോട്ടൽ എത്ര തന്നെ വരുന്നത്, 22,000. ഈ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലൊക്കെ എന്ത് വരുന്നില്ല, യാതൊരു എഫക്റ്റും വരുന്നില്ല. രണ്ടും അസറ്റ് ആണ്. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റൊരു അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂ റിമെയിൻ സെയിം 22,000 റൈറ്റ്. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അതെന്നാണ്. ഇപ്പൊ രണ്ട് സൈഡും എന്തായി, ടാലി ആയില്ലേ. ഈ എമൗണ്ടിന്റെ ടോട്ടലും അസറ്റിന്റെ ടോട്ടലും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടലും അസറ്റിന്റെ ടോട്ടലും എന്താണ്, സെയിം ആണ്. അപ്പോൾ 3 ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും അസറ്റിന്റെ ടോട്ടലും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന്റെ ടോട്ടൽ എന്തായി വരുന്നുണ്ട്, ഈക്വൽ ആയി വരുന്നുണ്ട്. ക്ലിയർ? ഇങ്ങനെയാണ് അക്കൗണ്ട് ഈക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 4, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. രണ്ടും അസറ്റ് ആണ് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്, സ്റ്റോക്ക് ആണ്. നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന ജേണലിന് എഴുതാം റൈറ്റ്. ഇവിടെ നമ്മൾ ജേണൽ അല്ല എഴുതുന്നത്. നമുക്ക് ഈ ഗുഡ്സ് നമ്മൾ എന്തായിട്ട് വെക്കാം, സ്റ്റോക്ക് ആയിട്ടല്ലേ കീപ്പ് ചെയ്യുന്നത്, അത് അസറ്റ് ആണ്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്നവരെ സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസറ്റ് ആണെന്നുള്ള അല്ലേ. നമ്മൾ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ ടേംസ് പഠിക്കുമ്പോൾ അസറ്റിന്റെ അണ്ടറിൽ കറണ്ട് അസറ്റ് ഉണ്ട്, അതിൽ പെട്ട ഒന്നാണ് സ്റ്റോക്ക് അല്ലേ. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്, അത് അസറ്റ് ആണ്. അതോടൊപ്പം ക്യാഷ് കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ ക്യാഷിൽ എന്ത് സംഭവിക്കും, ഒരു അസറ്റ് കുറയുകയും ചെയ്യും. രണ്ട് ഇമ്പാക്റ്റും അസറ്റിലാണ് വരുന്നത്. നമുക്കറിയാം സ്റ്റോക്ക് എന്ന് പറയുന്നത് 4,000 കൂടി, ക്യാഷ് എന്ന് പറയുന്നത് 4,000 കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോഴും അസറ്റിന്റെ ടോട്ടൽ സെയിം തന്നെയാണ്. കാരണം ഒരു അസറ്റ് കൂടുമ്പോൾ മറ്റേ അസറ്റ് കുറഞ്ഞ്, രണ്ട് എഫക്റ്റും അസറ്റ് സൈഡിലാണ്. രണ്ടും അസറ്റ് ആണ്, രണ്ടും അസറ്റ് സൈഡിൽ അതിന്റെ എഫക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിന്റെ വാല്യൂ റിമെയിൻ സെയിം 22,000. ഇതിന്റെ ട്രാൻസാക്ഷൻ എഫക്റ്റ് എവിടെ ഇല്ല, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ വരുന്നില്ല. സോ അതും 22,000 ആണ്. ഓക്കെ ആണോ? അപ്പൊ 4 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു. 4 ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തപ്പോഴും ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് നോക്ക്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെ. എത്രയാണ്, 4,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,000 അല്ല, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 6,000. 4,000 അല്ല, 6,000. എന്താണ്, 4,000 വരുന്ന വാല്യൂ ഉള്ള ഗുഡ്സ് 2,000 പ്രോഫിറ്റ് ആഡ് ചെയ്ത് 6,000 വിറ്റു. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, 6,000 ക്യാഷ് കൂടും. കാരണം നമ്മളിത് സെയിൽ ചെയ്യുന്ന എത്രയാണ്, 6,000 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് എത്ര കൂടുന്നു, 6,000 കൂടുന്നു. അപ്പോൾ അസറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസ് എത്ര കൂടി, 6,000 കൂടി. ഇനി നമ്മളിലുള്ള സ്റ്റോക്ക് അല്ലേ സെയിൽ ചെയ്തത്. അപ്പോൾ നമ്മളെ സ്റ്റോക്ക് എന്താവണം, സ്റ്റോക്കിന്റെ ബാലൻസ് കുറയണം. പക്ഷെ എത്രയേ കുറയുന്നുള്ളൂ, 4,000 കുറയുന്നുള്ളൂ റൈറ്റ്. എടാ 4,000 റുപ്യ വാല്യൂ വരുന്ന ഗുഡ്സ് ആണ് 6,000 റുപ്യക്ക് വിറ്റത് റൈറ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ് 6,000 കൂടുന്നുണ്ടെങ്കിലും നമ്മളെ സ്റ്റോക്ക് 4,000 കുറയുന്നുള്ളൂ. ഇവിടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 4,000 റുപ്യക്ക് വാങ്ങിയ ഗുഡ്സ് 6,000 റുപ്യക്ക് വിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് 2,000 റുപ്യ ലാഭമല്ലേ. ഈ 2,000 പ്രോഫിറ്റ് ആർക്കുള്ളതാ, നമുക്കറിയാം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ മോട്ടീവ് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് ഫുൾ ആർക്കുള്ളതാണ്, ഈ പറഞ്ഞ ഓണറിനുള്ളതാണ്. ബിസിനസ്സിൽ എന്ത് പ്രോഫിറ്റ് വന്നാലും അത് ഓണറിന് കിട്ടണം റൈറ്റ്. അതിനല്ലേ ഓണർ.
എന്ത് ലോസ് വന്നാലും ഓണറാ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെൻസോ ലോസോ ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യേണ്ടത് ഓണറാണ്. അതുപോലെ പ്രോഫിറ്റോ ഇൻകം ഉണ്ടെങ്കിൽ കിട്ടേണ്ടത് ആർക്കാണ്? ഓണറിനാണ്. റൈറ്റ്. സോ ഈ 2000 പ്രോഫിറ്റ് നമ്മൾ എവിടെ ആഡ് ചെയ്ത് നോക്ക്? ക്യാപിറ്റലിൽ. ക്യാപിറ്റൽ ആഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? പ്രോഫിറ്റ് ഓണറിനുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ഈ ട്രാൻസാക്ഷന് 3 എഫക്റ്റ് ഉണ്ട് അല്ലേ? ഒന്ന് ഏതാണ്? ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ആയി. രണ്ടോ, നമ്മളെ സ്റ്റോക്ക് ബാലൻസ് ഡിക്രീസ് ആയി. അത് 4000 ഉള്ളൂ കേട്ടോ. 6000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിലും 4000 രൂപയുടെ സ്റ്റോക്കേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഒരു ഗെയിൻ ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ആ 2000 ആർക്കുള്ളതാണ്? ഓണറിനുള്ളതാണ്, ക്യാപിറ്റലുകളാണ്. റൈറ്റ്. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്ക്, എത്ര വരുന്നത് നോക്ക്. ഇപ്പം നമ്മളെ അക്കൗണ്ട് ഇക്വേഷൻ എത്രയായി? 24,000 ആയി അല്ലേ? 24,000 വന്നു. റൈറ്റ്. നോക്ക്, രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോൾ 24,000. ക്ലിയർ ആണോ? ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ട്രാൻസാക്ഷൻ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക, കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഈ ഒരു ട്രാൻസാക്ഷനിലാണ് 3 എഫക്റ്റ് വരുന്നത്. ക്യാഷ് കൂടുന്നു, സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുന്നു, ആ ഡിഫറൻസ് പ്രോഫിറ്റ് ആണ്, അത് നമ്മൾ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞത് 2 എഫക്റ്റ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്ക്, പെയ്ഡ് ടു ദാസ് ആൻഡ് കമ്പനി ഇൻ ക്യാഷ്. ദാസ് ആൻഡ് കമ്പനി നമ്മൾ ആരാണ്? ക്രെഡിറ്റർ ആണ്, ലാബിലിറ്റി ആണ്. അവർക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ കൊടുക്കാനുള്ള എമൗണ്ടിൽ ഒരു 1000 rupees കൊടുത്തു. ഉറപ്പായിട്ടും ക്യാഷ് കുറയും, കാരണം പേയ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ ക്യാഷിൽ എത്ര കുറവ് വന്നു? -1000. നമ്മളെ ക്യാഷ് ബാലൻസ് എത്ര കുറഞ്ഞത്? -1000. അതേപോലെ ദാസിന് എത്രയാണോ കൊടുക്കാനുള്ള അതിൽ നിന്ന് എന്ത് കുറയണം? ഈ 1000 കുറയണം. ക്രെഡിറ്റേഴ്സിൽ നിന്നും 1000 കുറയണം. എന്ന് പറഞ്ഞാൽ അസറ്റിൽ നിന്നും എമൗണ്ട് കുറഞ്ഞ് ദാസിൻ്റെ നിന്നും എമൗണ്ട് കുറഞ്ഞു. എന്താ ജേണൽ എൻട്രി? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി ഡിക്രീസ് ആയി, അസറ്റും ഡിക്രീസ് ആയി. ഓക്കെ. ഞാൻ ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ കോൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ജേണൽ എൻട്രി പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ തന്നെ നമുക്ക് ഈ ഫോർമാറ്റിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസാക്ഷൻസ് അത് നോക്കിയാൽ മതി. ഓക്കെ. റിസീവ്ഡ് ഫ്രം ബി ബാനർജി ഫോർ ₹300. ഒരാൾ നമുക്ക് 300 തരണമെങ്കിൽ അയാൾ നമ്മളെ ഡെപ്റ്റർ അയക്കും. ഡെപ്റ്റർ മീൻ, ഇപ്പോൾ നിങ്ങൾ കാറ്റലിസ്റ്റിന് ഫീ അടിക്കുന്നത്, നിങ്ങൾ കാറ്റലിസ്റ്റിൻ്റെ ആരാണ്? ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ? ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കാറ്റലിസ്റ്റിന് കൊടുക്കാനുള്ള ആൾക്കാർ. റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ബി ബാനർജി 300 എന്ത് ചെയ്യുന്നു? ഫേമിലേക്ക് തരുന്നു. ഉറപ്പായിട്ടും നമ്മളുടെ ക്യാഷ് ബാലൻസ് കൂടും. റൈറ്റ്. ഒരാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് തന്നാൽ, റിസീവ്ഡ് ഫ്രം ഒരാളെ പേര് തന്നാൽ, അതിൻ്റെ അർത്ഥം എന്താ? ബിസിനസ്സിലെ ക്യാഷ് ഇൻക്രീസ് ആയി. അതേപോലെ ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ആയി, കാരണം അയാൾ തരാനുള്ള എമൗണ്ട് തന്നു, ഇനി അത്രയും തരാനില്ല. അപ്പോൾ 2 എഫക്റ്റ് അസറ്റ് സൈഡിലാണ്. എൻട്രി വരാം ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഡെപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആളെ പേര് എഴുതിയാൽ മതി. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് കൂടുമ്പോൾ മറ്റൊരു അസറ്റ് കുറയുന്നു. ഇവിടെ നോക്ക്, 2 അസറ്റ് സൈഡിലല്ല ഇമ്പാക്റ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അതേ എമൗണ്ട് തന്നെ 23,000 അല്ലേ? ഈ സൈഡിൽ എത്ര തന്നെയാണ്? 23. 2 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പം നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിലൊന്നും അസറ്റ്സ് പ്ലസ് അസറ്റ്സ് ഈസിക്കൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ത് വന്നിട്ടില്ല? ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ ടോട്ടൽ തന്നെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ടോട്ടലായിട്ടും കിട്ടുന്നുണ്ട്. റൈറ്റ്. ഇനി നോക്ക്, പെയ്ഡ് സാലറി. ഏത് എക്സ്പെൻസ് മീറ്റ് ചെയ്താലും ക്യാഷ് പോകുന്ന ഉറപ്പല്ലേ? അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റ് അസറ്റിലാണ്. കാരണം എന്താ? ക്യാഷ് ബാലൻസ് കുറയും. ഇപ്പോൾ കാറ്റലിസ്റ്റ് റെന്റ് കൊടുത്ത് ക്യാഷ് ബാലൻസ് കുറയും. അപ്പോൾ ഒരു എഫക്റ്റ് എവിടെയാണ്? ക്യാഷിൽ നിന്നും 6,000 കുറയും. അതാണ് ഒരു എഫക്റ്റ്. 2, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എക്സ്പെൻസിനും ഇൻകത്തിനും കോളമില്ല. ഉണ്ടോ? ഇല്ലേ? ഇല്ലല്ലോ. അസറ്റ്സ് ഈസിക്കൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനും ഇൻകംസ് റെക്കോർഡ് ചെയ്യാനും നമുക്ക് എന്തില്ല? കോളം ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും ആർക്കുള്ളതെന്ന് നമുക്കറിയാം, ഓണറിനുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് പ്രോഫിറ്റോ ഇൻകോ കിട്ടിയാൽ അത് ക്യാപിറ്റലിനുള്ളതാണ്. അതേപോലെ ബിസിനസിന്റെ ഏത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും അത് കവർ ചെയ്യേണ്ട ആളാരാണ്? ഓണറാണ്. ഉറപ്പായിട്ട് ഓണറാണ്. റൈറ്റ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസിനും ഇൻകത്തിനും പ്രത്യേകം കോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് രണ്ടും മീറ്റ് ചെയ്യേണ്ട ആളാരാണ്? ഓണറാണ്. സോ ഏത് എക്സ്പെൻസ് വന്നാലും മൈൻഡിൽ വെക്കാം, ഏത് എക്സ്പെൻസ് വന്നാലും ക്യാപിറ്റലിനും കുറയ്ക്കണം, കാരണം അത് മീറ്റ് ചെയ്യേണ്ടത് ഓണറാണ്. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 6,000 ക്യാപിറ്റലിന് ലെസ് ചെയ്തു. എവിടുന്നാണ് ലെസ് ചെയ്തത്? ക്യാപിറ്റലിനും ആ വാല്യൂ ലെസ് ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ അസറ്റ് സൈഡിൽ നിന്ന് 6,000 കുറഞ്ഞ് 17,000 ആയി, ക്യാപിറ്റൽ 16,000 ആയി. ഓൾറെഡി ഉള്ള ലാബിലിറ്റി 1,000. അപ്പോൾ 2 സൈഡും എന്തായി? 17,000. ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എത്രയായി? 17,000. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ്, റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പെൻസ് മൈനസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം ആഡാ ചെയ്യാം. ഇപ്പം നമ്മളെ ക്യാഷ് ബാലൻസ് കൂടും. റിസീവ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാഷ് ബാലൻസ് കൂടും, അസറ്റ് ആണ്. നമുക്ക് ഒരാളിൽ നിന്ന് ഇൻകം കിട്ടാറുണ്ട്, ക്യാഷ് കൂടുന്ന ഉറപ്പാണ്. അതോടൊപ്പം ആ ഇൻകം ഓണറിനുള്ളതാണ്. റൈറ്റ്.
രണ്ട് എഫക്റ്റ് ഉണ്ടാവും അല്ലേ? അത് നമ്മൾ ക്യാപിറ്റലിനോട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നമുക്കറിയാം ഏത് ട്രാൻസാക്ഷൻ നടന്നാലും ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഇതിന്റെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് അസറ്റിൽ കൂടും, ഇൻട്രസ്റ്റ് എന്നുള്ള ഇൻകം കൂടും. ഇൻകം ആർക്കുള്ളതാ? ഓണറിന്, ക്യാപിറ്റലിന്, റൈറ്റ്? സോ ക്യാപിറ്റലും ആഡ് ചെയ്ത് ഇപ്പൊ എത്രയായി നമ്മളത്? 22,000 ആയി. ഓക്കെ അല്ലേ? രണ്ട് സൈഡും ടാലി ആയി. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പെയ്ഡ് വേജസ്. എക്സ്പെൻസ് ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. സാലറി പറഞ്ഞ അതേ ട്രീറ്റ്മെന്റ് അല്ലേ? ഏത് എക്സ്പെൻസ് കൊടുത്താലും നമ്മളെ ക്യാഷിൽ നിന്ന് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഏത് എക്സ്പെൻസ് ആണെങ്കിലും ക്യാഷ് ബാലൻസ് കുറയും, റൈറ്റ്? പിന്നെ അത് എക്സ്പെൻസ് ആണ്, അങ്ങനെ ഒരു കോളല്ല. സോ നമ്മൾ എക്സ്പെൻസ് ആരാ മീറ്റ് ചെയ്യേണ്ടത്? ഓണറാണ്. ഓണറിൻ്റെ നിന്നും 3,000 കുറയ്ക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡും 19,000 ആയി. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി കേട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പോയിന്റ് ശ്രദ്ധിക്കാം. സെയിൽ ചെയ്യുന്ന കേസിൽ എത്ര ഉറുപ്പ്യൻ്റെ ഗുഡ്സ് ആണോ സെയിൽ ചെയ്യുന്നത് അതേ സ്റ്റോക്കിൽ നിന്നും കുറയ്ക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഉറുപ്പ്യൻ്റെ ഗുഡ്സ് ആണോ സെയിൽ ചെയ്യുന്നത് സ്റ്റോക്കിൽ നിന്നും കുറയ്ക്കുക. എത്രയിനാണോ സെയിൽ ചെയ്യുന്നത് അത് ക്യാഷിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആണ്, അത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യാം. ഇത്രയേ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ എക്സ്പെൻസ് ഇൻകം ആണ്. ഏത് എക്സ്പെൻസ് വന്നാലും അസറ്റും കുറയും ക്യാപിറ്റലും കുറയും. ഇൻകം വന്നാലോ അസറ്റ് കൂടും ക്യാപിറ്റൽ കൂടും. ഇത്രയും അറിയുകയാണെങ്കിൽ നമുക്ക് ഏത് ട്രാൻസാക്ഷൻ്റെയും അക്കൗണ്ട് ഇക്വേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ്സ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ചെറിയ ടോപ്പിക്കാണ്, ഇത്രയും വീഡിയോയിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.